വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 5 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡബിൾ ഫോൺ 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൾഡബിൾ ഫോണാണ്. വെയിറ്റ് ശരിയാണ്, കുറേ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പക്ഷേ എല്ലാം അത്ര മികച്ച ഫീച്ചേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 8.03 ഇഞ്ചിൻ്റെ ഒരു ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. LTP എന്നൊരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരു പഞ്ചോൾ വരുന്നുണ്ട്. ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഈ ഒരു പഞ്ചോൾ വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരുന്നുണ്ട്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലും LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഇതിലും ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നില്ലേ? ശരിയാണ്, നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോൾഡബിൾ ഫോൺസിനും ഈ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വേണം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. എല്ലാ ഫോൾഡബിൾ ഫോൺസിലും ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.57 വരുന്ന സോണി IMX 921 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ f2.05 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.55 വരുന്ന സോണി IMX 882 ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ഡിസ്പ്ലേയിലും 20 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ ചില ക്യാമറ സാമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല റിസൾട്ട്സ് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഫോൾഡബിൾ ഫോൺസിൽ നല്ല റിസൾട്ട്സ് ക്യാമറയിൽ ഇതിൽ തരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ശരിയാണ്, അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ കണ്ടിട്ടുള്ള റിസൾട്ട്സും നല്ല റിസൾട്ട്സ് തന്നെയാണ്. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോണാണ് ഇത് എന്നും പറയാവുന്നതാണ്. ക്യാമറ ഫോക്കസ്ഡ് എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. ക്യാമറ മാത്രമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ, ബാറ്ററിയും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഫോൾഡബിൾ ഫോൺസിൽ നമുക്ക് 6000 mAh ബാറ്ററി ഒന്നും കിട്ടാറില്ല. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമല്ലേ. അതുപോലെ തന്നെ നല്ല ചാർജിങ് സ്പീഡും അതുപോലെ തന്നെ നല്ല വയർലെസ് ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഫോൾഡബിൾ ഫോൺസിൽ പൊതുവേ കാണുന്ന ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. നല്ല ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് വെയ്റ്റും തിക്നെസ്സും ഒക്കെ. അപ്പം ഇതിൻ്റെ വെയിറ്റ് 217 ഗ്രാമേ വരുന്നുള്ളൂ. പൊതുവേ ഫോൾഡബിൾ ഫോൺസ് ആകുമ്പോൾ തന്നെ വെയിറ്റ് കൂടാറുണ്ട്. അതവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈവൻ 6000 mAh ബാറ്ററി ഉണ്ടായിട്ട് കൂടി വെയിറ്റും തിക്നെസ്സും കൂടിയിട്ടില്ല. അതുപോലെ തന്നെ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ 4.3 mm ആണ് തിക്നെസ് വരുന്നത്. ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ 9.2 mm വരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു സാധാരണ ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ ഇതിന് വരുന്നുള്ളൂ. അപ്പം അതും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഫോൾഡബിൾ ഫോണാണ്, പ്ലസ് നല്ലൊരു ബാറ്ററിയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം അതിനോട് ഞാൻ യോജിക്കുന്നു. അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിക്നെസ്സും വെയിറ്റൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യം. അതും കൂടി പറ. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ തന്നെയാണ്. LPDDR5Xൻ്റെ റാമും UFS 4.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഉണ്ട്. 19 5G ബാൻഡ്സ് വരുന്നുണ്ട്. 16 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ ഇതിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല, അത് ഓക്കെ ആണ്. അപ്പം തരക്കേടില്ലാത്ത പെർഫോമൻസ് കിട്ടേണ്ടതാണ്. അവിടെയാണ് ചെറിയൊരു കോംപ്രമൈസ് വരുത്തിയിട്ടുള്ളത്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കൊടുത്തിട്ടില്ല. നമ്മൾ 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം Z Fold 7 സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 8L8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. വില 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 25,000 രൂപ കൂടുതലാണ്. പക്ഷേ 1,50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫോൺ എടുക്കുന്ന ആൾക്ക് 1.25 ലക്ഷം എന്നുള്ളത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തോളണം എന്നില്ല. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുള്ള ഒരു ഫോൺ അവിടെ വേറെ കിടക്കുന്നുണ്ട്. പിന്നെ Z Fold 6 ഈ ഒരു സെയിം പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫോണാണെങ്കിൽ ഇപ്പം 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ഡിസ്പ്ലേയുടെ കൂടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലുണ്ട്. അതുപോലെ തന്നെ ഇതേ സെയിം പ്രോസസ്സർ മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. പല ആൾക്കാർക്കും ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു വിശ്വാസം സാംസങ്ങിലും ആയിരിക്കും.
സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്ര ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP58 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം ഗ്രേ എന്നുള്ള ഒരു കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1,49,999 രൂപയാണ്. ജൂലൈ 30 മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇപ്പം ഇതിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എടുത്തു പറയുന്ന കാര്യം ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും നല്ലൊരു ബാറ്ററി സെറ്റപ്പും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോൾഡബിൾ ഫോൺസിൽ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറയും അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് പ്രോസസ്സറായിരിക്കും മെയിനായിട്ട് വേണ്ടത് ഫോൾഡബിൾ ഫോൺ എന്നുള്ള ഇതിൻ്റെ കൂടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ Z Fold 7 ഉണ്ട്. അതിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. അല്ല ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ മതി എന്നുണ്ടെങ്കിൽ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Fold 6ഉം ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ബാറ്ററി 4400 mAh വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിന് വരുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിട്ട് നിങ്ങളുടെ യൂസിനനുസരിച്ചിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ സെലക്ട് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.